എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ തന്നിരിക്കുന്ന എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് സിമ്പിൾസ് എഴുതാം അല്ലെ. ഫസ്റ്റ് എലമെന്റ് സോഡിയം ആണ്. സോഡിയത്തിന്റെ സിമ്പിൾ എന്താണ് വരുന്നത്? ഇറ്റ് ഈസ് Na. പൊട്ടാസ്യം ആണെങ്കിൽ K ആണ്. അയൺ ആണെങ്കിൽ ഇറ്റ് ഇസ് Fe. ഗോൾഡ് ആണെങ്കിൽ Au എന്നാണ് വരുന്നത്. കോപ്പറിന്റെ സിമ്പിൾ എന്താണ്? ഇറ്റ് ഇസ് Cu. സംശയമില്ല അല്ലെ. ഇതെല്ലാം എക്സാമിന് ചോദിക്കുക. പകരം എന്താണ് ചോദിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തന്നിരിക്കുന്ന എലമെന്റ്സിന് ഈ ഒരു സിമ്പിൾസ് ലഭിച്ചത് എന്നാണ് അല്ലെ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 5.5 ക്ലിയർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ലാറ്റിൻ നെയിമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. എന്താണ്? ലാറ്റിൻ പദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ തന്നിരിക്കുന്ന മൂലകങ്ങൾക്ക് അവരുടെ സിമ്പിൾസ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കേ. സോഡിയം ലാറ്റിൻ നെയിം എന്താണ് വരുന്നത്? നാട്രിയം ആണ്. ഈ നാട്രിയത്തിലെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് നമ്മൾ സിമ്പിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. Na എന്ന് പറഞ്ഞ സിമ്പിൾ വന്നിരിക്കുന്നത്. പൊട്ടാസ്യം ആണെങ്കിൽ കാലിയം ആണ് ലാറ്റിൻ നെയിം വരുന്നത്. സിമ്പിൾ K ആണ്. അയൺ ആണെങ്കിൽ ഇറ്റ് ഇസ് ഫെറം. ആദ്യത്തെ 2 ലെറ്റേഴ്സ് Fe ആണ് സിമ്പിൾ വരുന്നത്. ഗോൾഡ് ആണെങ്കിൽ Au ഔറം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആ ഒരു സിമ്പിൾ ലഭിച്ചിരിക്കുന്നത്. കോപ്പറിന്റെ കേസ് ആണെങ്കിലോ കുപ്രം എന്ന് പറയുന്നതാണ് ലാറ്റിൻ പദം. Cu ആണ് എന്ത് വരുന്നത്? കോപ്പറിന്റെ സിമ്പിൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ ഉണ്ട്, സിൽവർ അല്ലെ. സിൽവറിന്റെ ലാറ്റിൻ നെയിം എന്താണെന്നും ആ ലാറ്റിൻ നെയിമിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സിമ്പിൾ എന്താണെന്നും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതും എക്സാമിന് ചോദിക്കാം കേട്ടോ.